എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നേ മൂന്നാർക്കൊരു ട്രിപ്പ് പോയാലോ? ഞാൻ വർക്ക് ചെയ്യുന്ന വി കെയർ മെഡിക്കൽസിൽ നിന്ന് ഞങ്ങൾ ഗേൾസും ഞങ്ങളുടെ 2 സാറുമാരൊക്കെ കൂടെ മൂന്നാർക്കൊരു 1 ഡേ ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്കിന്ന് കാണാം. ഞങ്ങളെല്ലാവരും കൂടെ 18 പെൺപടകളുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഞങ്ങളുടെ 2 സാറുമാരും. അപ്പോൾ കയറിയപ്പോൾ തന്നെ നമ്മൾ ഡാൻസ് തുടങ്ങി. അപ്പോൾ ഇനി കുറച്ച് ഡാൻസ് കാണാം. നല്ലൊരു ഉഗ്രൻ ഡാൻസും ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാർ അടിമാലി ടൗണിൻ്റെ അടിവാരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വെള്ളച്ചാട്ടം കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ ഫോട്ടോസ് കാര്യമായിട്ട് തന്നെ കിട്ടി, കുറച്ച് വീഡിയോസും. അപ്പോൾ അതൊക്കെ കാണാമല്ലോ. The shadows play, the wind hums songs at the break of day, whispering pines. പിന്നെ നമ്മളവിടെ നിന്ന് പോന്നു കേട്ടോ. നേരെ വെച്ച് പിടിച്ചു ഹോട്ടൽ ശരവണ ഭവനിലേക്ക്. പുലർച്ചെ 4 മണിക്ക് നമ്മളവിടെ നിന്ന് ഇറങ്ങിയതാണ്. അതുകൊണ്ട് എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ നമ്മൾ ശരവണ ഭവനിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ സാറുമാർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് മസാല ദോശയും ഇഷ്ടമുള്ളത് വാങ്ങി തന്നു കേട്ടോ. അങ്ങനെ ഞാനും കൃഷ്ണപ്രിയൊക്കെ മസാല ദോശയാണ് കഴിച്ചത്. അതിനുശേഷം നേരെ വണ്ടിയിൽ കയറി. പിന്നെ കുറച്ച് നേരം നമ്മൾ അന്താക്ഷരി വിളിച്ചു. പാതിയിൽ പാടാത്തൊരാ തേനൂറിടും മിശലായി ചെഞ്ചുണ്ടിൽ 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 ചിങ്ങമാസം വന്നു ചേർന്നാൽ ഞാനൻ സ്വന്തമാക്കും നെഞ്ചിലോളും എന്നിലാവിൻ പൊന്നില നീ സ്വന്തമാക്കും. സാറ് പരസ്യല്ല പാട്ടൊന്നും പാടില്ല, ഒറിജിനൽ പാട്ട് മാത്രമേ പാടുള്ളൂ. സിനിമ പരസ്യം തോന്നില്ല. നൽകി മോഹം ഗംഗിൽ പ്രേമം നൽകി പ്രേമം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ഗാനം നീളം നൽകി ഈണം നേരും ഈനം മല്ലിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തു ഞാലാടി പാടൂ നാട്ടുമയ്യേ നമ്മുടെ പ്രാപറിയില്ല പറയണോ? അന്ന് പാടേ അമ്മടോ റോസേജ് ഓമത്തിരുന്നൂലാടും ചെല്ല പൈകിളി എന്നെ തേപ്പിക്കുമ്പം പാടടി വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരി സ്റ്റോമരി ചെയ്യ എന്തിനും
രോജപ്പൂ മുത്തായി പോയടി അന്നാദ്യം കണ്ടതോർമ്മയില്ലേ ചന്ദ്രകാന്തക്കൽ പടവിൽ വാവാ ഇന്ദ്രനീലത്തിരമാലകളിൽ നീരാടാൻ വാവാ ഈ ഒരു ട്രിപ്പിൽ മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ ഞങ്ങൾ വന്നിക്കണേ. അങ്ങനെ പോയി നമ്മൾ മൂന്നാർ എത്തിക്കാണ്. മൂന്നാറത്തെ മലകളും തേയിലത്തോട്ടവും മരങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് ബ്ലോക്കും റോഡ് പണിയൊക്കെ ഉള്ളതുകൊണ്ട് അതും കൂടെ നടക്കുന്നുണ്ട് രസമായിട്ട്. അപ്പോൾ നമ്മൾ നേരെ മൂന്നാർ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം ഒരു ടീ ഫാക്ടറിയിലാണ് ഇറങ്ങിയത്. പക്ഷെ അവിടെ നിന്ന് ഒരു ക്ലിപ്പിങ്സ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ഫോൺ വണ്ടിയിൽ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് പോന്നു. പിന്നെ നമ്മൾ എക്കോ പോയിന്റ് കാണാനായിട്ട് പോയി. അവിടെ നിന്ന് നമ്മൾ പിന്നെ കുറേ ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ ആദ്യം ചെയ്തത്. ഷോപ്പിങ്ങിന് ശേഷമാണ് പിന്നെ നമ്മൾ എക്കോ പോയിന്റ് കാണാനായിട്ട് ഇറങ്ങിയത്. രാവിലെ തന്നെ നല്ലൊരു മഴ മൂന്നാർ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് ചളി പിളിയാണ് കാര്യങ്ങൾ. എന്നാലും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബ് ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. റോഡാണെങ്കിലും അതുപോലെ തന്നെ ഓരോ ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും ഭയങ്കര നിറയെ ആൾക്കാർ തിങ്ങിയിട്ടായിരുന്നു. കാരണം ഇപ്പോൾ സീസൺ ആണല്ലോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ യൂട്യൂബിലൊക്കെ മൂന്നാറിൽ മഞ്ഞ് വീണു പറഞ്ഞിട്ടുള്ള വീഡിയോസ് ട്രെൻഡിങ് ആയതോടുകൂടെ എല്ലാവരും മൂന്നാർക്ക് വെച്ച് പിടിച്ചിട്ടാണ്. ഞങ്ങളും അതെ ആ ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് വന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ കറങ്ങി നടന്നു കേട്ടോ. സാറോടെ ആരാധിക ദിവസം കണ്ടെങ്കിൽ മാങ്ങ ഉപ്പിലിട്ടൊന്നും കാണാനില്ലല്ലോ. അത് മാങ്ങ വെറുതെ ഉപ്പിങ്ങനെ ഇതല്ലേ. ഞങ്ങള് വണ്ടിയിൽ ചെയ്തു. സിജോളിട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോയത് മാട്ടുപ്പെട്ടി ഡാമാണ് കേട്ടോ. അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ട്. പോകുന്ന വഴിയുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇതിൽ കുറേ വീഡിയോസൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഒരുപാട് ഡാൻസ് വീഡിയോയും ക്ലിപ്പിങ്സൊക്കെ കിട്ടിയിട്ടില്ല എനിക്ക്. നമ്മൾക്ക് കുറച്ച് നേരം വീഡിയോ എടുക്കുക, ബാക്കി കുറേ നേരം വൈബ് അടിക്കുക, അതായിരുന്നു പരിപാടി. അതുകൊണ്ടുള്ള വീഡിയോസൊക്കെ വെച്ചിട്ടുള്ളൊരു വ്ളോഗാണ് ഞാൻ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി ഡാം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ.
ഡാമിന്ന് വെള്ളം വരുന്നത് അവിടെ ഇവിടെയാണോ ഡാം? ആ അവിടെ ഡാം തുറന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് പ്രൊഫഷണൽ ക്യാമറയും കൊണ്ടിട്ട് നിൽക്കുന്ന കുറേ ചേട്ടന്മാരെ കാണാൻ പറ്റും. നമ്മൾ അവർക്ക് 20 രൂപ കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഫോട്ടോ അവരുടെ ക്യാമറയിൽ എടുത്തിട്ട് നമ്മുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് തരും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ നമ്മൾ ഗ്രൂപ്പായിട്ടുള്ളത് എടുത്തിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ കറങ്ങി നടന്നു, ഷോപ്പിംഗ് ചെയ്തു, മാങ്ങ തിന്നു. അങ്ങനെയൊക്കെ കുറച്ച് ഈ പാലം കടന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറേ മറ്റേ യൂക്കാലിപ്സ് മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം, അതുപോലെ തന്നെ വാഷ്റൂം യൂസ് ചെയ്യാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഏരിയ ആണ് കേട്ടോ. അങ്ങോട്ട് പാർക്കൊക്കെ ഉണ്ട് കുട്ടികളുടെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, അവിടെയൊക്കെ കണ്ടു. നല്ല അടിപൊളി സ്ഥലമാണ് മാട്ടുപ്പെട്ടി ഡാം. ഒരു മിനിറ്റ്. അങ്ങനെ പിന്നെ ചുറ്റിക്കറങ്ങിയ വണ്ടിയിൽ വന്നപ്പോൾ വണ്ടിയിൽ ആരുമില്ല കേട്ടോ. അപ്പോൾ കൃഷ്ണപ്രിയൻ്റെ വക 2 സ്റ്റെപ്പ് ഇട്ട് കൃഷ്ണപ്രിയ വന്നു എൻ്റെ ചാനലിലിടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് ഇപ്പോൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ലഞ്ച് കഴിക്കാനായിട്ട് ഒരിത്തിരി നേരം വൈകിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് മൂന്നാർ ടൗണിലെത്തിയിട്ട് നല്ല വെജ് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ കോളിഫ്ലവർ 65 മഞ്ചൂരിയൻ അങ്ങനെ എന്തോ ഒരു ഐറ്റം കൂടെ കഴിച്ചു കേട്ടോ. ആ സമയത്ത് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. വിശപ്പ് മാറി മനസ്സ് നിറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തുള്ളൊരു പാർക്കിലേക്ക് പോകാൻ കേട്ടോ. അവിടെ പോയിട്ട് പിന്നെ നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടി പോവാം. മൂന്നാർ ടൗണിൽ കൂടി ഇങ്ങനെ നടന്നു ഞങ്ങൾ. നാളെ നീ എനിക്ക് ഇതിൽ കുറച്ച് ഫോട്ടോസ് എടുത്തു തരണം, നമ്മുടെ ഫാമിലിയുടെ. ഒരു ചെറിയ ആൽബത്തിൽ സൂക്ഷിക്കാൻ നല്ല കുറച്ച് ഓർമ്മകൾ പറ്റും. അങ്ങനെ വന്ന ഉദ്ദേശം തീർക്കാനായിട്ട് 1-2 റീൽസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വന്ന ഉദ്ദേശം എന്താണോ അത് നമ്മൾ നടത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് പോന്നപ്പോൾ പരമാവധി മാക്സിമം എൻജോയ് ചെയ്യുന്ന ഒറ്റ ഉദ്ദേശം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. വണ്ടിയിൽ കയറിപ്പോൾ തൊട്ട് ഡാൻസ് കളിച്ചു, പാട്ട് പാടി, അന്താക്ഷരി കളിച്ചു, കുറേ കഥകൾ പറഞ്ഞു, ഫുഡ് കുറേ കഴിച്ചു. അങ്ങനെയൊക്കെ നമ്മൾ കുറേ നേരം മൂന്നാർ കറങ്ങി. അങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് തൃശ്ശൂർക്ക് പോകാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ മന്തി കഴിക്കാനായിട്ട് കോതമംഗലത്ത് നിർത്തിയിട്ടോ. ഞങ്ങൾ സാർമാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ട്രിപ്പ് പോകുന്നപ്പോൾ സാർമാരെ ഞങ്ങൾക്ക് രാത്രി മന്തി വാങ്ങി തരണമെന്ന്. അപ്പോൾ അത് ആഗ്രഹം പോലെ തന്നെ ഞങ്ങളെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്തി ഷോപ്പിൽ നിർത്തിക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു, മന്തി വന്ന് കുറേ മന്തിയൊക്കെ അടിച്ച് കയറ്റിയിട്ടാണ് പിന്നെ യാത്ര തിരിച്ചത്. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഞങ്ങളുടെ ഫാർമസിയിൽ എന്താ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. പെണ്ണുങ്ങൾ മാത്രമല്ല കേട്ടോ, ആണുങ്ങളുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ ട്രിപ്പാണ്. ആണുങ്ങളുടെ ട്രിപ്പ് അവർ അടുത്ത ആഴ്ച ഇടുക്കിക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെണ്ണുങ്ങളുടെ ട്രിപ്പിൽ നമ്മളവരെ കൂട്ടിയില്ല, അവർ നമ്മളെ കൂട്ടാണ്ട് ഇടുക്കിക്ക് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് അവരെ കൂടെ കൂട്ടിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെയും കൂടെ കൂട്ടില്ല. അതാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ പിന്നെ മന്തിയൊക്കെ കഴിച്ച് പോയി പിന്നെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് തൃശ്ശൂർ കുരിയച്ചിറ എത്തിയപ്പോൾ അവിടെ പെരുന്നാൾ. അങ്ങനെ പെരുന്നാളും വണ്ടിയിലിരുന്ന് കണ്ട് പിന്നെ നമ്മൾ നേരെ തൃശ്ശൂർ എത്തിയ ആശ്വാസത്തിലാണ് കേട്ടോ. രാത്രി 12 മണിയായിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ. അതിന് ശേഷം നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് സഭ പിരിഞ്ഞ് വീട്ടിലേക്ക് പോകാനുണ്ടായത്. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം.